പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്. അനുഗ്രഹീതമായി നല്ല പ്രഭാതം. മോർണിംഗ് മന്ന സന്ദേശവുമായിട്ട് വീണ്ടും നിങ്ങളോടൊപ്പം ആയിരിക്കാൻ കഴിയുന്നതിൽ കർത്താവിനെ സ്തുതിക്കുന്നു. ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസം ദൈവം നമുക്ക് ദാനമായിട്ട് തന്നതോർത്ത് പ്രാർത്ഥനയോടെ നന്ദി നിറ ഹൃദയത്തോടെ നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കാം. നഷ്ടപ്പെട്ടതിനെ തിരിച്ചു തരുന്ന ദൈവത്തെക്കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ നഷ്ടം വന്നിട്ടുണ്ടോ? ഈ നിലകളിൽ അത് നിമിത്തം വേദനകൾ വന്നിട്ടുണ്ടോ? നിശ്ചയമായിട്ടും ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്നും കൂടെ പറയാം. ആമേൻ. നഷ്ടപ്പെട്ടതിനെ ദൈവം തിരിച്ചു തരും കേട്ടോ. ഒരിക്കലും തിരിച്ചു കിട്ടത്തില്ലെന്ന് പറയുന്ന ചിലത്, നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നലകളിൽ കൈമോശം വന്ന ചിലത്, അത് നിമിത്തം നിങ്ങൾ വേദനപ്പെട്ടു, തകർന്നു. ആമേൻ. ആത്മീയമായിട്ടും പ്രാർത്ഥനയായിട്ടൊന്നും മുന്നോട്ട് പോകാൻ കഴിയാതിരുന്ന അനുഭവങ്ങളുണ്ടായി. പക്ഷേ കർത്താവ് പറയുന്നു അത് തിരിച്ചു തരാനായിട്ട് പോവുകയാണ്. വായിക്കാം. 2 രാജാക്കന്മാരുടെ പുസ്തകം 6-ാമത്തെ അധ്യായം 6-ാമത്തെ വാക്യം. അവൻ നിലവിളിച്ചു, അത് എവിടെ വീണു എന്ന് ദൈവപുരുഷൻ ചോദിച്ചു. അവൻ ആ സ്ഥലം അവനെ കാണിച്ചു. അവനൊരു കോല് വെട്ടി അവിടെ എറിഞ്ഞു. ആ ഇരുമ്പ് പൊങ്ങി വന്നു. അത് എടുത്തുകൊള്ളുക എന്നവൻ പറഞ്ഞു. അവൻ കൈ നീട്ടി അതെടുത്തു. നഷ്ടപ്പെട്ട ആയുധം തിരിച്ചു കിട്ടുന്നതിനെ കുറിച്ചാണ് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. ഈ സംഭവം നമുക്കറിയാം. ഏലിയാവിൻ്റെ ശിഷ്യനായിരുന്ന എലീശ, ഏലിയാവിൻ്റെ എടുത്തുകൊള്ളപ്പെടലിന് ശേഷം തൻ്റെ ആത്മീക പ്രവർത്തനങ്ങൾ ആരംഭിക്കുമ്പോൾ ഒരു ഇടുക്കവും ഒരു ഞെരുക്കവും അവിടെ കടന്നു വരികയാണ്. നമുക്കറിയാം. ആമേൻ. ആൾക്കാർ കൂടി വരുമ്പോൾ, ആമേൻ, വലിയ ഹോളുകളാണെങ്കിൽ പോലും ആമേൻ ആൾക്കാർ തിങ്ങി വരുമ്പോൾ ആ ഹോള് ചെറുതായിട്ട് തോന്നും. അതുപോലൊരു സന്ദർഭമാണ് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. പ്രവാചക ശിഷ്യന്മാർ കൂടി വന്നു. അവർ പാർത്തിരുന്ന സ്ഥലം അവർക്ക് വളരെ ഇടുക്കമായിട്ട് തോന്നി. അപ്പോൾ അവർക്ക് തന്നെ ഒരു തോന്നൽ വരികയാ, നമുക്കൊരു വിശാലത വേണ്ടേ, നമുക്കൊരു മുന്നേറ്റം വേണ്ടേ. അവർ തന്നെ അതിനെ ചുവട് വെക്കുകയും എലീശായുടെ അനുവാദത്തോടുകൂടെ യോർദാനിലേക്ക് അവർ കടന്നു പോവുകയും ചെയ്യുകയാണ്. ഇതിനെ നമ്മൾ ആത്മീകമായിട്ട് നമ്മൾ വിലയിരുത്തണം. ആത്മീകമായിട്ട് നമ്മളിതിനെ മനസ്സിലാക്കണം. നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഒരു ഇടുക്കമുണ്ടെങ്കിൽ ആ ഇടുക്കത്തിൽ തുടരാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ഒരു വിശാലത നിങ്ങളുടെ ജീവിതത്തിൽ നൽകിത്തരാൻ ആഗ്രഹിക്കുകയാണ്. അതിനൊന്നാമതായിട്ട് വേണ്ടത് ആ വിശാലത എനിക്ക് വേണമെന്നുള്ളൊരു ആഗ്രഹമാണ്. ആ വിശാലത എനിക്ക് വേണം. ചിലരുണ്ട്, ഞാൻ ഇവിടെ തന്നെ ഇങ്ങനെ കിടന്നോളാം. ഒരാൾ ഒരിക്കൽ എന്നോട് പറയാം, നരകത്തിലേക്ക് പോകാനും ആൾ വേണ്ടായോ, നരകത്തിലും കാലിയായിട്ട് കിടന്നാൽ മതിയോ. ആമേൻ. അതിൻ്റെ ആ ഭീകരമായ അവസ്ഥ എന്തുവാണെന്ന് ആ മനുഷ്യൻ അറിഞ്ഞതെങ്കിൽ ഒരിക്കലും അങ്ങനെ പറയത്തില്ലായിരുന്നു. ആമേൻ. ഒന്നാമതായിട്ട് അതിൽ നിന്ന് എനിക്ക് പുറത്ത് വരണമെന്നുള്ളൊരു ആഗ്രഹമാണ് നമുക്ക് വേണ്ടത് കേട്ടോ. നിങ്ങൾക്ക് ആ ആഗ്രഹം ഉണ്ടെങ്കിൽ അടുത്തത് ദൈവം ഒരു നിയോഗം നിങ്ങളുടെ മേലിടും. മുന്നോട്ട് ചുവട് വെക്കാൻ. എങ്ങോട്ടാണ് അവർ പോയത്? അവർ യോർദാനിലേക്കാണ് പോയത്. യോർദാനിൻ്റെ പ്രത്യേകത എന്തുവാ? ഒത്തിരി പ്രത്യേകതകളുണ്ട്. 2-3 ഞാൻ പറയാം. 1, അത് മരണ യോർദാനാണ്. 2, അത് വാഗ്ദത്തത്തിന് തടസ്സമായിട്ട് നിൽക്കുന്ന യോർദാനാണ്. 3, നീരോട്ടമുള്ള യോർദാൻ്റെ തീരങ്ങളെന്ന് പറഞ്ഞാൽ അബ്രഹാമും ലോത്തും കൂടെ ഇറങ്ങി തിരിച്ചു. ലോത്തിനെ ഇടയ്ക്ക് വെച്ച് അവൻ്റെ യാത്രയെ സ്റ്റോപ്പ് ചെയ്യിച്ചതാണ് യോർദാൻ്റെ തീരങ്ങൾ. അപ്പോൾ തന്നെ അവിടെ തന്നെ എന്തുകൊണ്ട്? വിശാലതയുടെ വൻമരങ്ങളുണ്ട് കേട്ടോ. എവിടെ നീ പ്രതികൂലം അനുഭവിക്കുമോ, എവിടെ നീ പ്രയാസം അനുഭവിക്കുമോ, കർത്താവിൽ ആശ്രയിച്ചാൽ അവിടെ തന്നെ ദൈവിക നന്മകളുണ്ട്, അവിടെ തന്നെ ദൈവിക അനുഗ്രഹങ്ങൾ ഉണ്ടെന്നുള്ള കാര്യം നിങ്ങൾ മറന്നു പോകരുത്. അങ്ങനെ ആ വിശാലതയ്ക്ക് വേണ്ടി അവർ ശ്രമിക്കുകയും മുന്നോട്ട് നീങ്ങുകയും ചെയ്തപ്പോൾ ഹല്ലേലൂയ, ആ വൻമരങ്ങളെ വെട്ടിവീഴ്ത്താൻ ആവശ്യമായ ആയുധം ഓരോരുത്തരുടെ കയ്യിൽ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. ആയുധമുണ്ടെങ്കിലേ ഒരു വിശാലത. 2-ാമത്തെ ചിന്ത, ആയുധമുണ്ടെങ്കിലേ ചില വിശാലത നമ്മുടെ ജീവിതത്തിൽ വരത്തുള്ളൂ കേട്ടോ. ദൈവം നിങ്ങൾക്ക് തന്ന സ്പിരിച്വൽ വെപ്പൺസ് ഉണ്ട്. അതൊരു പക്ഷേ ഒരു പ്രാർത്ഥനയായിരിക്കാം, ഒരു പക്ഷേ അതൊരു സ്തോത്രമായിരിക്കാം, മറ്റുള്ളവരെ കർത്താവിൻ്റെ നാമത്തിലേക്ക് നയിക്കുന്നതായിരിക്കാം. അതുവഴി നിങ്ങൾക്കൊരു വിശാലത ദൈവം തരാൻ ആഗ്രഹിക്കുകയാണ്. ദൈവം തന്നിരിക്കുന്ന ആത്മീയ ആയുധങ്ങൾ എന്തുവാണെന്ന് ഈ ദിവസങ്ങളെ കണ്ടുപിടിക്കണം. അറിയാത്തവർ കണ്ടുപിടിച്ച് അതിനെ തൻ്റെ നാമമഹത്വത്തിനായിട്ട് ഉപയോഗിച്ചാൽ ദൈവവൈദ്യരെ നിൻ്റെ ജീവിതത്തിനകത്തൊരു വിശാലത കടന്നു വരും. ഹല്ലേലൂയ. നോക്കിയേ, അതിനകത്തൊരു പ്രവാചക ശിഷ്യൻ്റെ ആഗ്രഹമാണ്, എനിക്കും ഒരു വിശാലത വേണം. പക്ഷേ അവൻ്റെ കയ്യിൽ സ്വന്തമായ ആയുധങ്ങളില്ലായിരുന്നു, സ്വന്തമായിട്ടുള്ള ആയുധമില്ലായിരുന്നു. അവൻ്റെ കയ്യിൽ എന്തോ ഉള്ളായിരുന്നു? വായ്പ വാങ്ങിയ ആയുധം.
ഹല്ലേലൂയ. ഞാൻ എങ്ങനെ പറയാറുണ്ട്, മറ്റുള്ളവരെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഏൽപ്പിച്ചും മറ്റുള്ളവരുടെ കയ്യിൽ നമ്മുടെ വിഷയങ്ങൾ കൊടുത്തിട്ടും നമ്മൾ ഉഴപ്പരായിട്ട് ആമേൻ ഹല്ലേലൂയ നിരുത്സാഹികളായിട്ട് നമ്മൾ യാത്ര ചെയ്തു കഴിഞ്ഞാൽ വലിയ ചില പ്രതിസന്ധികൾ വരുമ്പോൾ, യോർദാൻ്റെ വൻകാടുകൾ വരുമ്പോൾ നീ എന്ത് ചെയ്യുമെന്നുള്ളൊരു ദൈവശബ്ദം നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഹല്ലേലൂയ. ഈ വായ്പ വാങ്ങിയ കോടാലി ആമേൻ വൻമരത്തെ വീഴ്ത്താൻ കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല, യോർദാൻ്റെ ആഴക്കയങ്ങളിലേക്ക് അത് പോകാനിടയായി തീർന്നു. ആമേൻ. ഇതിനെ ഞാൻ പറഞ്ഞല്ലോ, ആത്മീകമായിട്ട് നിങ്ങൾ എടുക്കുവാനിടയായി തീരണം. ഹല്ലേലൂയ. ഇന്നലകളിൽ ഹല്ലേലൂയ ജീവിതത്തിൽ വന്ന ചില പ്രത്യേക പ്രതിസന്ധികൾ നിമിത്തം ആമേൻ ആയുധം നഷ്ടപ്പെട്ടവരാരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടോ? ആമേൻ. ഇനി ഒരിക്കലും എനിക്ക് പൊങ്ങി വരാൻ കഴിയത്തില്ല, ഞാൻ തകർന്നു പോയി, തരിപ്പണമായി, ഇനി എനിക്കൊരു രക്ഷയില്ല എന്ന് പറയുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടോ? നിങ്ങളോടായി ദൈവശബ്ദം. ഒന്ന് നിലവിളിക്കുക. ആ പ്രവാചക ശിഷ്യൻ അയ്യോ എന്നൊരു നിലവിളിയ. ആമേൻ. എല്ലാവരുടെയും ആമേൻ വിശാലത അവിടെ സ്റ്റോപ്പാക്കുകയാണ്. എല്ലാവരുടെയും മരമുറി അവിടെ നിൽക്കുകയാണ്. അടുത്ത നിമിഷം ആമേൻ ദൈവപുരുഷൻ ചോദിക്കുക, എവിടെയാണ് അത് വീണത്? ആമേൻ. ഇന്ന് ഈ ശബ്ദം കേൾക്കുമ്പോൾ കുറവ് കണ്ടുപിടിക്കണം, തെറ്റ് കണ്ടുപിടിക്കണം, കണ്ടുപിടിച്ചിട്ട് അവിടെ പഴുതടയ്ക്കണം. റൂട്ട് കണ്ടുപിടിക്കണം, അവിടെ പഴുതടയ്ക്കണം. പഴുതടച്ചിട്ട് നീ മുന്നോട്ട് കുതിക്ക്. നഷ്ടപ്പെട്ട തിരിച്ചു ലഭിക്കാൻ പോവുകയാണ്. വീണ്ടും ഞാൻ ആ പ്രാരംഭത്തിൽ പറഞ്ഞ ശബ്ദം ആവർത്തിച്ച് നിർത്താൻ പോകുന്നു. നഷ്ടപ്പെട്ട ആയുധം തിരിച്ചു കിട്ടും. നഷ്ടപ്പെട്ട ആയുധങ്ങൾ തിരിച്ചു കിട്ടും. നഷ്ടപ്പെട്ട ആയുധങ്ങൾ. ഞാനിത് പറയുമ്പോൾ തന്നെ ചില പ്രാർത്ഥനാ ജീവിതം ദൈവം മടക്കി തരുന്നത് ദൈവാത്മാവിനെ കാണിക്കുന്നു. മറ്റുള്ളവരുമായി വാക്ക് തർക്കങ്ങളിൽ ഏർപ്പെട്ട ശേഷം ആത്മീകമായിട്ടുള്ള സാന്നിധ്യം നഷ്ടപ്പെട്ട് പ്രാർത്ഥനാ ജീവിതം നഷ്ടപ്പെട്ട് ആയിരിക്കുന്ന ചിലരിനെ കേൾക്കുന്നുണ്ട്. ഒന്ന് കുറവേറ്റോൾ അയ്യോ എന്നൊന്ന് നിലവിളിക്ക്. ദൈവസേന കർത്താവ് ഇന്നടത്താ കുഴപ്പം സംഭവിച്ചത്, അത് പൊങ്ങി വരാൻ പോകുക. അതെടുത്തുകൊള്ളുക. ഒരിക്കലും ആഴക്കയത്തിൽ പോയത് തിരിച്ചു വന്നിട്ടില്ല കേട്ടോ. ഒരിക്കലും ആഴക്കയത്തിൽ പോയത് തിരിച്ചു ലഭിച്ചിട്ടില്ല കേട്ടോ. പക്ഷേ ആ മകൻ്റെ നിലവിളി, അയ്യോ എന്നുള്ള നിലവിളി, ആമേൻ പഴുത് കണ്ടുപിടിച്ച് അവിടെ മടക്കാൻ ആ മകൻ കാണിച്ച സമർപ്പണം, അതെല്ലാം മടക്കി കൊണ്ടുവന്നു. അഭിഷേകം മടക്കി കൊണ്ടുവന്നത് കേട്ടോ. നഷ്ടപ്പെട്ട ആയുധങ്ങൾ അഭിഷേകം മടക്കി കൊണ്ടുവരാൻ പോവുക. കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം. സ്വർഗീയ നല്ല പിതാവേ, എത്ര മനോഹരമായ സന്ദേശം ഹൃദയമായിട്ട് ഞങ്ങളെ കേൾപ്പിച്ചു. എളിയവനോടൊപ്പം ഈ പ്രാർത്ഥന പങ്കുചേർന്ന് പ്രാർത്ഥിക്കുന്ന പല സഹോദരങ്ങളുണ്ട്. അവർക്ക് വേണ്ടി ഞാൻ അങ്ങോട്ട് അപേക്ഷിക്കുകയാണ്. ജീവിതത്തിൽ ഇന്നലകളിൽ കൈമോശം വന്ന ചില ആത്മീയ ആയുധങ്ങൾ അങ്ങയുടെ ആത്മാവിൻ്റെ ശക്തിയോടും കരുത്തോടും കൂടെ തിരികെ ലഭിക്കുന്നതായിട്ടാണല്ലോ കർത്താവെ അങ്ങ് പറഞ്ഞത്. അതവിടെ ജീവിതത്തിനകത്ത് സംഭവിക്കട്ടെ, അനുഗ്രഹമായി മാറട്ടെന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. മോർണിംഗ് മന്ന സന്ദേശം ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം. പാസ്റ്റർ ബിനു വട്ടപ്പാറ. ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി 9745600023 എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു: 97 45 60 00 23. ദൈവം നമ്മേവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.